ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഹൈലൻഡ്സിലാണ്, സ്കോട്ട്ലൻഡിൽ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ് ഹൈലൻഡ്സ്. നമ്മൾ പല ഫെയറി ടൈലിലൂടെ കണ്ടതും മൂവീസിലൂടെയൊക്കെ കണ്ടു മറന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഹൈലൻഡ്സ്. വെൽക്കം ടു ഹൈലൻഡ്സ്. ഹൈലൻഡ്സിൽ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പല രീതിയിലും ആൾക്കാർ വരാറുണ്ട്. നമ്മൾ UK എന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ ട്രാവൽ വരുമ്പോഴേക്കും അതിൽ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ വരാവുന്നത് ഇൻവർണസിലേക്കാണ്. പക്ഷെ ഞാൻ യാത്ര ചെയ്യുന്നത് അബോർഡിൻഷെയറിൽ നിന്ന് നേരെ ബസ്സിലാണ്. അപ്പോൾ അബോർഡിൽ നിന്ന് ചുറ്റുവട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആ ബസ്സിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള യാത്രയാണ് ഞാനിന്ന് എൻജോയ് ചെയ്യുന്നത്. നമുക്കൊരു 4 ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഹൈലാൻഡ്സിൻ്റെ ഏറെക്കുറെ ഏരിയകളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എന്നാലും നമ്മുടെ അടുത്ത് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരാഴ്ചയോ ഇനി അതല്ല ഒരു 8 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഹൈലാൻഡ്സിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റോണോവേ എന്ന് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് ഉണ്ട്. ഉല്ലാപ്പൂൾ എന്ന് പറയുന്ന നല്ല വില്ലേജ് ഉണ്ട്. ഗ്ലെൻകോ, അങ്ങനെ കുറേ പ്ലേസസും കൂടി ഇതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫീൽ തന്നെയാണ് ഈ ടോട്ടൽ ഹൈലാൻഡ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയത്. ഈ ഹൈലാൻഡ് ഈ യാത്രയിലൂടെ തുടർന്ന് പോകുമ്പോഴും ഏറ്റവും നല്ല പട്ടണമായിട്ട് എനിക്ക് മനസ്സിലായത് ഇൻവർണസ് തന്നെയാണ്. റിവർനെസ്സിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള നല്ലൊരു പട്ടണം തന്നെയാണ്, ടൗൺ തന്നെയാണ് ഇൻവർണസ്. ഇതിനോട് അടുത്ത് തന്നെ ഒരു നെസ് ഐലൻഡ് ഉണ്ട്. അത് ഒരു ബ്രിഡ്ജിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കും എല്ലാം ഉള്ളത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചതിൽ. ഐലൻഡ് ഈ യാത്രയിലൂടെ പോകുമ്പോൾ ഓരോ കാസിൽസും കാണുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാസിലുകൾ എന്ന് പറയുന്നത് ഒന്ന് ഏലിയൻ ടോണാൻ കാസിലാണ്. ഏലിയൻ ടോണാൻ നമ്മുടെ ഈ പഴയ ബോണി പ്രിൻസ് ചാർലി എന്ന് പറഞ്ഞുള്ള 1948 ഇറക്കിയ ഒരു മൂവിയിൽ വളരെ നല്ല രീതിയിൽ കാണിക്കുക ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു കാസിലാണ്. അതുപോലെ വേൾഡ് ഈസ് നോട്ട് ഇനഫ് ജെയിംസ് ബോണ്ടിൻ്റെ മൂവിയിൽ കാണിക്കുന്നുണ്ട് ഈ സെയിം കാസിലാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല പിക്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഏലിയൻ ടോണാൻ. ഇതിനോട് തന്നെ അടുത്തൊരു കാസിലായിട്ട് വേറൊരു കാസിലും കൂടി എനിക്ക് കുറേ കാസിൽസ് കാണാൻ പറ്റി. അതിൽ എടുത്ത് പറയേണ്ടത് ഒരു ഹിഡ് കാസിൽ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ കാസിലും വളരെ നല്ലൊരു വ്യൂ തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുള്ള വ്യൂ റിവറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഒരു കാസിലാണ്. നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക്. ഹൈലാൻഡ്സിൽ ട്രിപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും പലപ്പോഴും ഹൈലാൻഡ്സ് ട്രിപ്പിനെ കുറിച്ച് റിസർച്ച് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഹൈലാൻഡ് കൗസ്. നല്ലൊരു അവരുടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിനോട് കൂടെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ട്രിപ്പിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാനും ട്രാവൽ ചെയ്യാനൊക്കെ നല്ല ഒരു ഡേയും വെതറൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സ്കോട്ട്ലൻഡ് വിസ്കി ടേസ്റ്റിംഗ്. ഏറ്റവും നല്ല ബ്രാൻഡായിട്ടുള്ള വിസ്കികളെല്ലാം തന്നെ മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. കുറഞ്ഞ പൈസ മുതൽ കൂടിയ പൈസ മുതൽ വേരിയൻ്റ് ആയിട്ടുള്ള എല്ലാ വിസ്കീസും കിട്ടുമെങ്കിൽ നമ്മളിന്ന് ഹൈലൻഡിലൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ടൊമാറ്റോയിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈലാൻഡ് നല്ലൊരു ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അടുത്തൊരു കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ സ്കോട്ട്ലൻഡിന് വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും സബ്സ്ക്രൈബിങ്ങും തംസപ്പൊക്കെയാണ് നമ്മളുടെ ഓരോ വീഡിയോ എടുക്കാനുള്ള മോട്ടിവേഷൻ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.